ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണവ നിറച്ചതാണ്, അല്ലെങ്കിൽ സ്റ്റഫ്ഡ് സ്ക്വിഡ്. അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തത്, മുളക് പൊടി, പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു കുക്കറിൽ വെച്ചിട്ട് അരപ്പ് കഴുകിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് 2 വിസിൽ വരുന്നവരൊന്ന് വേവിക്കാം. ഇനി സ്റ്റഫ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് കാണാം. ഉപ്പിട്ട് വേവിച്ച പൊട്ടാറ്റോ, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഒരു സവാള കൊച്ചായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയത്, പിന്നെ മല്ലിയില. ഇനി ഇത് നന്നായിട്ട് ഉടച്ചൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ കണവായും എടുത്ത് നമുക്കിത് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തതൊന്ന് സീല് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കുറച്ച് മൈദ മാവിലോട്ടൊന്ന് ഉരുട്ടിയിട്ട് പിന്നെ കോൺഫ്ലവറിൽ മുക്കി വീണ്ടും ഒന്ന് മൈദ മാവിലോട്ട് ഉരുട്ടി വീണ്ടും കോൺഫ്ലവറിലൊന്ന് മുക്കിയിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പൊരിക്കുമ്പോൾ കണവ പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ 2 പ്രാവശ്യം ഇത് മുക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കണവ എടുത്ത് പൊരിക്കാനായിട്ട് ഇടാം. കണവ നിറച്ചത് ഇതാ റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരൊന്ന് പോയി കാണണേ. വീണ്ടും കാണുന്നത് വരെ ബൈ.